ഉസ്താദ്മാരുടെ ചെലവിൻ്റെ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ ഒരുപാട് പേര് ഈ ഒരു ഫ്രൈ ചെയ്തിട്ടുള്ള അടൻ്റെ റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നതാ ഈസി ആയിട്ടുള്ള ആ ഒരു അടൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അതിനായിട്ട് ആദ്യം തന്നെ സ്റ്റൗവിൽ വെള്ളം വെച്ച് നന്നായിട്ട് തന്നെ തിളച്ച് വരുന്ന സമയത്ത് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്തിട്ട് മൈദയും അരിപ്പൊടിയും ഈക്വൽ അളവിൽ എടുത്തിട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഞാനിവിടെ 2 കപ്പ് മൈദയും 2 കപ്പ് പത്തിരിപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് വാട്ടിയിട്ട് കുറച്ച് സമയം മാറ്റി വെക്കാം. ഈ ഒരു സമയത്ത് ഇതിലോട്ട് വേണ്ടിയിട്ടുള്ള ഫില്ലിങ്ങിനായിട്ട് തേങ്ങൻ്റെ പകുതി അവിലും ശർക്കരയും അതുപോലെ ഏലക്കാപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ഈ ഒരു പൊടിയില്ലേ ഇത് ചെറുതായിട്ട് ചൂടൊക്കെ മാറിയിട്ടുണ്ട്. ഇനി പത്തിരിക്കൊക്കെ കുഴച്ചെടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇനി ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് പരത്തിയെടുക്കുകയാണ്. നമ്മുടെ പ്രസ്സിൽ വെച്ചിട്ട് തന്നെയാണ് പരത്തിയെടുക്കുന്നത്. ഇതേ മാവ് വെച്ചിട്ട് തന്നെയാണ് പൊരിച്ചപ്പത്തിരിയും തയ്യാറാക്കിയെടുക്കൽ കേട്ടോ. നമ്മൾ ചായക്കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു പൊരിച്ചപ്പത്തിരിൻ്റെ അതേ ടേസ്റ്റിൽ കിട്ടും കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ടു. ഇനി നമുക്ക് ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മടക്കി ലോക്ക് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നല്ല ചൂടായിട്ടുള്ള എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ഫ്രൈ ചെയ്യുന്ന സമയത്ത് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് എണ്ണ ചൂടാക്കിയതിന് ശേഷം മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് നല്ലൊരു ഗോൾഡൻ കളർ ആകുമ്പോൾ എണ്ണയിൽ നിന്നും എടുത്തു മാറ്റാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഫില്ലിങ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കൊടുക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ.